ലഹരിയുടെ വ്യാപനം, അതിൻ്റെ ഉപയോഗം, അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസേനയുള്ള മാധ്യമ വാർത്തകൾ നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ അതിനെ അതിജീവിച്ചത് കുടുംബം, സമൂഹം, നിയമങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കൺമുന്നിലുള്ള ഒരു വസ്തുതയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും പ്രധാനം കുടുംബം, സമൂഹം, ഗവൺമെൻറ് എന്നിവയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും കുടുംബം തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളിലാണ് ഈ ലഹരിയുടെ ഉപയോഗം കൂടുന്നതായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കേൾക്കുന്നത്. അവരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ സ്കൂളുകളുടെ ഒരു ജാഗ്രതകൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ജാഗ്രതാ സമിതികൾ രൂപം കൊള്ളുക, അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്തൃ ബന്ധം, ഒരു നല്ലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്ന പരസ്പരമുള്ള ആശയവിനിമയം നടത്തുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും ടൗണുകളിലും ഇപ്പോൾ ക്ലബ്ബുകളും വായനശാലകളും സജീവമായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ കായിക, മാനസിക, കലാപരമായ കഴിവുകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലഹരിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെയേറെ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ഒരു നിരീക്ഷണം ആവശ്യമാണ്. ഇതിൽ അകപ്പെടുന്നവരെ ഫോളോ അപ്പ് ചെയ്യാനും അവരുടെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാനും ഇതുമായിട്ടുള്ള ലഹരി മൂലമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതുമായിട്ട് വരുന്ന വയലൻസ്, അത് കൂടുതൽ പ്രചാരത്തിൽ വരുത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ മക്കൾക്ക് വേണ്ടി കരുതലായി, കാവലായി, ദൃഢനിശ്ചയത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലഹരിമുക്ത കുടുംബം, ലഹരിമുക്ത സമൂഹമായി മാറും. അതിനുവേണ്ടി ഒത്തുചേരാം.